ഓക്കെ. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? നയിമ. യെസ് സർ, ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് ആൾസോ PYQ സെഷൻ ഓഫ് CUTM എക്കണോമിക്സ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നമുക്കിന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് എല്ലാം പ്രോബ്ലം സോൾവിങ് അല്ല, രണ്ട് മൂന്ന് തിയറി പാർട്സും ഉണ്ടാവും, പ്ലസ് നോമ്പാണ്. എത്രത്തോളം പോകും അത്രത്തോളം നമുക്ക് പോകാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ GDP കാൽക്കുലേഷനിൽ നിന്നാണ്. A country has the following components of GDP: consumption, investment, government spending, and net export. So, what is the GDP using the expenditure method? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? എത്ര ആൻസർ എന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ? അല്ലെങ്കിൽ നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഓക്കെ. സോ ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ്? വാട്ട് ഈസ് ദ GDP യൂസിങ് ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്? സോ എക്സ്പെൻഡിച്ചർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? GDP കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് 3 മെത്തേഡ്സ്, നമുക്ക് എത്ര മെത്തേഡ്സ് GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? സോ ഓപ്ഷൻ ഡി ആണ് നന്ദന പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ ഡി. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് എത്ര മെത്തേഡ്സ് ആണ് GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? വി ഹാവ് 3 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് എന്ത്? പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ തന്നെ എന്താ പറയുക? വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. വാല്യൂ ആഡഡ് മെത്തേഡ് രണ്ടും ഒന്നാണ്. പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GDP ഈസ് കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് അപ്പ് ദ വാല്യൂ ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ വിത്തിൻ ദ ഇക്കോണമി. ഓരോ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലും നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെയൊക്കെ വാല്യൂസ് എടുക്കുകയാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട പ്രൊഡക്റ്റ് മെത്തേഡിലാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡിലാണ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിലാണ് GDP കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് GDP ഈസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എന്ന അർത്ഥമുള്ളൂ കേട്ടോ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ GDP കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്? നമുക്ക് എപ്പോഴും പരിചിതമായിട്ടുള്ള ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം മെത്തേഡിൽ കൺസിഡർ ചെയ്യുക. നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരു ഇക്കോണമിയിലെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഏൺ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻകം മെത്തേഡിൽ ആഡ് ചെയ്യുക. ഇതിൽ ലാൻഡ്, ലാൻഡിന് എന്താണ് നമ്മൾ കൊടുക്കാറുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുക? വോയിസിലൂടെ ഒന്ന് ടൈപ്പ് ചെയ്തോ, പറയൂ. യെസ്, ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കും? റെന്റ് കൊടുക്കും. ലേബറിന് നമ്മൾ എന്താ കൊടുക്കുക? വേജ് കൊടുക്കും. യെസ്. ഇനി ക്യാപിറ്റൽ നമ്മൾ എന്താ കൊടുക്കുക? ക്യാപിറ്റൽ നമ്മൾ എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കും. യെസ് യെസ് ഹിഷാം. ദെൻ എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഏറ്റവും ലാസ്റ്റത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവർക്ക് നമ്മൾ എന്താ കൊടുക്കുക? യെസ്, പ്രോഫിറ്റ്.
അപ്പോൾ ഈ നാലെണ്ണത്തിനെയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഇൻകം മെത്തേഡിലൂടെയുള്ള GDP. ഞാൻ തന്നെ ശരിയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതായത് റെന്റ് പ്ലസ്, ഞാൻ താഴെ എഴുതുന്നുണ്ട്, റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഇൻകം മെത്തേഡിലുള്ള GDPയുടെ അല്ലെങ്കിൽ ഇൻകം മെത്തേഡിലുള്ള GDP. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇനി നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഏറ്റവും പൊതുവേ നമ്മളൊക്കെ പരിചയിച്ചിട്ടുള്ള GDPയുടെ ഇക്വേഷൻ കൂടിയാണ് എന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്താണ്? GDP ഈസ് ഈക്വൽ ടു, യെസ്, ഹർഷ പറഞ്ഞ പോലെ GDP ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. എക്സ് മൈനസ് എം എന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതായത് നെറ്റ് എക്സ്പോർട്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതൊക്കെ അതുപോലെ തന്നിട്ടുണ്ട് അല്ലേ? സി എത്രയാണ്? 600 പ്ലസ് ഐ എത്രയാണ്? 250. ജി എത്രയാണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? 400. സി പ്ലസ് ഐ പ്ലസ് ജി എന്ന് നമ്മൾ തന്നിട്ടുണ്ട്. ഇനി നെറ്റ് എക്സ്പോർട്ട് എത്രയാണ്? എക്സ് മൈനസ് എം എത്രയാണ്? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 100. സോ ആൻസർ വിൽ ബി എത്രയായിരിക്കും? 600 പ്ലസ് 250 850 പ്ലസ് 400 എത്രയാണ്? 850 പ്ലസ് 400 1000. എത്രയാ മക്കളെ ആൻസർ വരെ ടോട്ടൽ? നമ്മൾ ലാസ്റ്റ് മൈനസ് 100 കൂടി ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എത്രയാണ് ആൻസർ? ലെറ്റ് മീ ടേക്ക് മൈ കാൽക്കുലേറ്റർ ആൾസോ. വെയിറ്റ്. 600 പ്ലസ് 250 പ്ലസ് 400 എത്രയാണ്? 1250 മൈനസ് 100 എത്രയാണ്? 1150 അല്ലേ? 1150. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. എനി ഡൗട്ട്? വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ വലിയ നിങ്ങളെ പാടുപെടുത്തുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. ഓക്കെ, we can move to the next question. I hope it's clear. If the consumer price index of 2022 was 150 and 2023 it increased to 165, what is the inflation rate for 2023? നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടോളൂ കേട്ടോ, കുഴപ്പമില്ല. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI 2022 എത്രയാണ്? 150. CPI 2023 എത്രയാണ്? 165. അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 150യിൽ നിന്ന് 165 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. രണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു CPI ഓഫ് കറന്റ് ഇയർ മൈനസ് CPI ഓഫ് പ്രീവിയസ് ഇയർ divided by CPI of CPI of previous year. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 100 എന്നും കൂടി ഉണ്ടാവും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ് വരിക? CPI ഓഫ് 2023 എത്രയാണ്?
കറണ്ട് ഇയർ എത്രയാണ് 165 മൈനസ് സി പി ഐ ഓഫ് 2022 എത്രയാണ് 150 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിൽ എത്രയാണ് 150 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 165 minus 150 is equal to 15 divided by 150 into 100. എത്രയാ വരിക 15. എത്രയാണ് 10% അല്ലേ? സോ ദ ആൻസർ വിൽ ബി ബി. സോ രണ്ട് സി പി ഐകൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുകൾ തരികയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് ബൈ ദ ഇക്വേഷൻ സി പി ഐ ഓഫ് കറണ്ട് ഇയർ മൈനസ് സി പി ഐ ഓഫ് പ്രീവിയസ് ഇയർ ഡിവൈഡഡ് ബൈ സി പി ഐ ഓഫ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, അഗെയിൻ ഇത് ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയട്ടെ മക്കളെ. നൈമ ഓക്കെ സർ. ഓക്കെ അല്ലേ? ഹർഷാന ഹിഷാം okay, so we can move to the next question. A country has labor force of 80 million and employed workers are 72 million. What is the unemployment rate? ഒരു കൺട്രി, ആ കൺട്രിയിൽ ടോട്ടൽ നിങ്ങൾക്ക് ആൻസർ അറിയുന്നവർക്ക് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇടട്ടോ. ആ കൺട്രിയിൽ ടോട്ടൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? ലേബർ ഫോഴ്സ് എത്രയുണ്ട്? ലേബർ ഫോഴ്സ് എത്രയുണ്ട്? 80 മില്യൺ ആണ്. ഓക്കെ, എത്ര ആൾ വർക്ക് ചെയ്യുന്നുണ്ട്? 72 മില്യൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട ലോജിക്ക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ലേബർ ഫോഴ്സ്? ഇതൊരു ക്വസ്റ്റ്യന് ഇതുപോലെ തന്നെ സി യു ടിക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്താണ് ലേബർ ഫോഴ്സ് എന്നുള്ളത്. സോ ലേബർ ഫോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത് ഓക്കെ, നിഹില സി എന്നിട്ടിട്ടുണ്ട് അല്ലേ? 10% നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ലേബർ ഫോഴ്സ്? ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ലേബർ? ഒരു ഇക്കോണമിയിലുള്ള ലേബർ ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ലേബർ ഫോഴ്സ്? നോ ഐഡിയ? യെസ്, എംപ്ലോയിഡ് പ്ലസ് അൺഎംപ്ലോയിഡ് അല്ലേ? അതായത് ലേബർ ഫോഴ്സ് ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ആർ എയ്തർ എംപ്ലോയിഡ് ഓർ ആക്റ്റീവ്ലി സീക്കിംഗ് എംപ്ലോയ്മെന്റ്. അതായത് ഒന്നെങ്കിൽ ഇവരെന്തായിരിക്കാം, എംപ്ലോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരെന്തായിരിക്കും, ആക്റ്റീവ്ലി സീക്കിംഗ് എംപ്ലോയ്മെന്റ്, അതായത് ജോലി നോക്കുന്ന ആളുകളായിരിക്കും. അതായത് ഇവർക്ക് ജോലി ഇല്ല. അപ്പോൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെയും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെയും നമ്മൾ എടുക്കുന്ന ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ ലേബർ ഫോഴ്സ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ രണ്ട് കേസാണുള്ളത്. ഒന്ന്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് പൊതുവെ ചോദിക്കാറുണ്ട്. എന്താണ് ഇത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളതല്ല, ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ചോദിക്കാറുണ്ട്. ആർക്കും അതിന്റെ ഇക്വേഷൻ അറിയാം? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിന്റെ നമ്മുടെ ക്വസ്റ്റ്യനോട് ബന്ധമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാമെന്നേ ഉള്ളൂ. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മൾ പറയാറുള്ളത് ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇൻറ്റു 100. ഇതാണ് എന്ത്? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് LFP.
PR എന്നുള്ളത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്നാവാം, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇക്വേഷനും കൂടി നിങ്ങൾക്ക് പറഞ്ഞത്. ലേബർ ഫോഴ്സ്, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. സോ നമ്മൾ പൊതുവേ ലേബർ ഫോഴ്സിനൊക്കെ ഡിഫൈൻ ചെയ്യാറുള്ളത് 15 വയസ്സിന് മുകളിൽ എന്നാണ് കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ എത്രയാണ് നമ്മൾ കണക്കൂട്ടാറുള്ളത്? 18 മുകളിലാണ് അല്ലേ. നോർമലി നമ്മൾ 15ഉം 18ഒക്കെ എടുക്കാറുണ്ട്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇൻറ്റു 100 എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ വിത്തിൻ ദ ഡിഫൈൻഡ് വർക്കിംഗ് ഏജ്. നമ്മൾ നോർമലി പറയാറുള്ളത് 15 വയസ്സിൻ്റെ മുകളിലും 64 വയസ്സിൻ്റെ താഴെയുമായിട്ടുള്ള ആൾ, ഇതിൻ്റെ നടുവിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ കാണാനുള്ള ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇൻറ്റു 100 നമ്മൾ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ടോട്ടൽ ലേബർ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ലേബർ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എംപ്ലോയിഡ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് എത്രയായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിലോ വോയിസിലോ പറയൂ. അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് എത്രയായിരിക്കും? 8 മില്യൺ ആയിരിക്കും എന്ത്, അൺഎംപ്ലോയിഡ് വർക്ക് ഫോഴ്സ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? 80 ടോട്ടൽ ലേബർ ഫോഴ്സ് മൈനസ് വർക്ക് ചെയ്യുന്ന ആളുകൾ എത്രയാണ്? 8 മില്യൺ ആണ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ നമ്മൾ കണ്ടെത്തുക. ഈ അൺഎംപ്ലോയിഡ് നമ്പർ ഓഫ് വെയിറ്റ് നമ്പർ ഓഫ്, നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കണ്ടെത്തേണ്ടത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ്, നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ, ഓർ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ലേബർ ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ എത്ര വരിക? നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പീപ്പിൾ എത്രയാണ്? 8 മില്യൺ ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ് എത്രയാണ്? 80 മില്യൺ. സോ വി ക്യാൻ സേ ദാറ്റ് എത്രയാ വരിക? ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 100, അല്ല സോറി 10 അല്ലേ. സോ ദ ഓപ്ഷൻ വിൽ ബി സി. എത്രയാണ്? 10 ആണ്. അപ്പം നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട വിഷയം എന്താണ്? ഒന്ന്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക. 2, എംപ്ലോയിഡും ലേബർ ഫോഴ്സും നമുക്ക് അൺഎംപ്ലോയ്മെന്റ് എങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇങ്ങനെയുള്ള 2-3 ലോജിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PYQ എത്രാമത്തേത്? 4 അല്ലേ? വെയിറ്റ്. ഓക്കെ, if the reserve ratio is 20% and the initial deposit in a bank is 2000, and what is the maximum money supply it can be created? നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഓർ ഫസ്റ്റ് സെഷനിലും കഴിഞ്ഞ സെഷനിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ആണ്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് മണി മൾട്ടിപ്ലയർ? മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? വളരെ സിമ്പിൾ ആണ്. എന്താണ്? 1 by റിസർവ് റേഷ്യോ. നമ്മളതിനെ 1 by റിക്വയർഡ് റിസർവ് റേഷ്യോ, RRR എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെഷൻ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് മൾട്ടിപ്ലയേഴ്സിൻ്റെ ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മസ്റ്റായിട്ടും കേൾക്കുക, ഷുവർ ഏരിയയാണ് ആ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ മണി മൾട്ടിപ്ലയർ നമ്മൾ കാണാറുള്ളത് 1 by റിക്വയർഡ് റിസർവ് റേഷ്യോ ആണ്. റിസർവ് റേഷ്യോ അല്ലെങ്കിൽ റിക്വയർഡ് റിസർവ് റേഷ്യോ എത്ര എവിടെ ഉള്ളത്? 1 by 20%, വിച്ച് മീൻസ് 1 by 20% എന്ന് പറഞ്ഞാൽ എത്ര? 20%ന്റെ മറ്റു രൂപം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എത്രയാണ്? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നമ്മളതും കഴിഞ്ഞ തവണയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മുമ്പത്തെ തവണയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് എത്രയായിരിക്കും? 5 അല്ലേ. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലയറിന്റെ വാല്യൂ കണ്ടെത്തി, എത്രയാണ്? 5 ആണെന്നുള്ളത്.
നമ്മൾ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത്? 2000 റുപ്പീസ്. അപ്പം മണി സപ്ലൈ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എത്രയായിരിക്കും? 2000 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 10,000. മനസ്സിലായോ? നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? റിസർവ് റിക്വയർമെന്റ് റേഷ്യോ തന്നിട്ടുണ്ട്, അത് 20% ആണ്. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് തന്നിട്ടുണ്ട് 2000 ആണ്. സോ വാട്ട് ഈസ് ദ മാക്സിമം സപ്ലൈ ഇറ്റ് ക്യാൻ ക്രിയേറ്റ്? നമ്മൾ മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കണം. മണി മൾട്ടിപ്ലയർ എങ്ങനെ കണ്ടെത്തുക? 1/റിക്വയർഡ് റിസർവ് റേഷ്യോ, 1/20%. ഈ 20%ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.20 എന്ന് എഴുതാൻ പറ്റും. അത് തന്നെയാണ് 20%. അപ്പോൾ നമുക്ക് മണി മൾട്ടിപ്ലയറിന്റെ വാല്യൂ എത്രയായി? 5 എന്ന് കിട്ടി. സോ now we can multiply this multiplier with the initial deposit. Initial deposit 2000, multiplier value 5. 2000 into 5 is equal to 10,000 rupees or 10,000 crore ആയിരിക്കും മിക്കവാറും കേട്ടോ. ഓക്കെ, അല്ലെ 10,000 റുപ്പീസ് ഒന്നും ജസ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യില്ലല്ലോ. സോ നമുക്ക് 10,000 crore ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2,000 crore rupees ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 10,000 rupees. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? Then we can move to the next question. Okay. A country's nominal GDP. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർ ഇപ്പൊ തന്നെ ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഇടണം കേട്ടോ നിങ്ങൾ. A country's nominal GDP in 2023 is 600 billion and GDP deflator is 120. What is the real GDP? റിയൽ ജി ഡി പിന്റെ ഇക്വേഷൻ എന്താണ്? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ അല്ലേ. റിയൽ ജി ഡി പി ഈസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ ജി ഡി പി ഡീഫ്ലേറ്റർ അല്ലേ, ഇൻറ്റു 100. എത്രയാ നോമിനൽ ജി ഡി പി? വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നോമിനൽ ജി ഡി പി എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ജി ഡി പി ഡീഫ്ലേറ്റർ എത്രയാണ്? 120 ഇൻറ്റു 100 അല്ലേ. 100 ഡിവൈഡഡ് ബൈ 120. 120 എത്ര തവണ പോകും? 5 തവണ അല്ലേ. 5 ഇൻറ്റു 500, 5 ഇൻറ്റു 100 is equal to 500. is equal to 500 billion. It is very direct question. Very direct question. Yes, Isham, 500 ആൻസർ. ഇനി നോമിനൽ ജി ഡി പി നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമുക്കിപ്പോൾ റിയൽ ജി ഡി പിയും തന്നിട്ടുണ്ടാവും, ജി ഡി പി ഡീഫ്ലേറ്ററും തന്നിട്ടുണ്ട്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് നോമിനൽ ജി ഡി പി? നോമിനൽ ജി ഡി പിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് പറയൂ ആരെങ്കിലും ഒരാള്. റിയൽ ജി ഡി പി ഇൻറ്റു ജി ഡി പി ഡീഫ്ലേറ്റർ. ഹിഷാം, അനദർ ആൻസർ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ജി ഡി പി ഡീഫ്ലേറ്ററിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതും കൂടി ഒന്ന് ആരെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ, ദെൻ ഓക്കെ. സോ ജി ഡി പി ഡീഫ്ലേറ്ററുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ
എന്തായിരുന്നു? റിയൽ ജി ഡി പി ഇൻറ്റു 100. ഇനി റിയൽ ജി ഡി പിയുടെ അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി നമ്മൾ എങ്ങനെ പറയാൻ പറ്റും ഈ ഇക്വേഷനിൽ നിന്ന്? ജി ഡി പി ഡീഫ്ലേറ്റർ ഇൻറ്റു റിയൽ ജി ഡി പി ഡിവൈഡഡ് ബൈ 100. റിയൽ ജി ഡി പി ആണെങ്കിലോ റിയൽ ജി ഡി പി നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ ജി ഡി പി ഡീഫ്ലേറ്റർ. ഇത് ജസ്റ്റ് നിങ്ങൾ അതായത് ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റു ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ജസ്റ്റ് നിങ്ങളുടെ ലോജിക്കിന് ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി. ജി ഡി പി ഡീഫ്ലേറ്റിൽ എല്ലാവർക്കും പൊതുവെ അറിയാം നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100 ആണ്. അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള എല്ലാത്തിലേക്കും നിങ്ങൾ പോകുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് increases from 10 to 20 and as a result quantity demanded decreases from 100 to 18 unit, what is the price elasticity of demand? I think ഹർഷാന ഇന്ന് എന്നോട് ഈ ഡൗട്ട് ചോദിച്ചിരുന്നു അല്ലേ? ഓക്കെ, സോ നമ്മൾ എങ്ങനെയാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുക? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് percentage change in quantity demanded divided by percentage change in price. നമ്മൾ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുക്കുക. എന്തൊക്കെയാണ് ഞാൻ കഴിഞ്ഞ തവണയും നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ട രൂപം അതാണ്. നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ അവിടെ ഉള്ളത് അതെന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യുക? അത് ആദ്യമായിട്ട് നിങ്ങളത് അതിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഉള്ളത് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം കാണേണ്ടത് ഏതാണ്? പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. രണ്ടോ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ആദ്യം നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡിലേക്ക് പോവാം. ക്വാണ്ടിറ്റി ഡിമാൻഡ് ആദ്യം പ്രൈസിലേക്ക് പോകാം, കാരണം പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടാണല്ലോ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് നോക്കണം. പ്രൈസ് എത്രയായത്? 10ൽ നിന്ന് 12 ആയിട്ട് കൂടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് ചേഞ്ച് കണ്ടെത്തുക? പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു 100. P2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രൈസ്. P1 ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു P2 എത്രയാണ്? 12. P1 എത്രയാണ്? 10 അല്ലേ? ഇപ്പോൾ ഉള്ളത് എത്ര? 12. ആദ്യം 10 ഡിവൈഡഡ് ബൈ P1 എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 10 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. 2 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ് വരിക? ഇൻറ്റു 100 ഈക്വൽ ടു 20%. ഓക്കെ, ഇതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിട്ടുള്ള ചേഞ്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് കേട്ടോ. ഇനി ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിട്ടുള്ള ചേഞ്ച്. ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ഇക്വേഷൻ അപ്പം എന്തായിരിക്കും? പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ QD ഈസ് ഈക്വൽ ടു Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q1. Q2 എത്രയാണ്? 80. Q1 എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ Q1 എത്രയാണ്? 80 അല്ലേ? 100 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 80 മൈനസ് 100 എത്രയാണ്? -20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എത്രയാ വരിക? -20%. So we got 20% and -20%. So now we can find the price elasticity of demand. Okay, Harsha -20 എന്നിട്ടുണ്ട് അല്ലേ? Okay, so now we can find the price elasticity of demand is equal to QD യിൽ വന്ന ചേഞ്ച്
എത്രയാണ്? -20 ഡിവൈഡഡ് ബൈ പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് 20 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. സോ ദ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ബി. ബി മീൻസ് 1 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും എന്ത് നമുക്ക് ഇവിടത്തെ ആൻസർ ആയിട്ടുണ്ടാവുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ so we completed the 6th multiple choice question. Now we can move to the 7th question. ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള PYQ ആണ്. ഇഫ് ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് ഈസ് ഇലാസ്റ്റിക്, വാട്ട് ഹാപ്പൻ ടു ദ ടോട്ടൽ റവന്യൂ വെൻ പ്രൈസ് ഇൻക്രീസസ്? ഡിമാൻഡ് ഫോർ ഗുഡ് എന്താണ്? ഇറ്റ് ഈസ് ഇലാസ്റ്റിക്. സോ വാട്ട് ഹാപ്പൻ ടു ദ ടോട്ടൽ റവന്യൂ ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള ഒരു കേസിൽ എന്താ സംഭവിക്കുക? റവന്യൂ ഇൻക്രീസ് ചെയ്യോ, റവന്യൂ ഡിക്രീസ് ചെയ്യോ, കോൺസ്റ്റന്റ് ആയിരിക്കോ, ഇൻക്രീസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്യോ? ഏത് ആൻസർ വരിക? റവന്യൂ ഡിക്രീസ് അല്ലേ? സോ അതിൻ്റെ ലോജിക്ക് പ്രണവിന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ആരാട്ടെ, കൃഷ്ണ ഓർ എനിവൺ, എന്തുകൊണ്ടായിരിക്കും റവന്യൂ ഡിക്രീസ് ചെയ്യുന്നത്? ഓക്കെ, സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇലാസ്റ്റിക്? ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? When the demand is elastic, so it means price elasticity of demand is greater than 1. അല്ലേ? What is the meaning of price elasticity of demand is greater than 1? Quantity demanded is sensitive to changes in price. Quantity demanded പ്രൈസിലെ ചേഞ്ചസ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താ? If price increases, quantity demanded will decrease. If price decreases, quantity demanded will increase. ഈ റിലേഷൻഷിപ്പ് ആണ് അവിടെ ഉള്ളത്. ഇത് ഇലാസ്റ്റിക്കും ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസാണ് വരിക. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് ചെയ്തു? അത് ബാധിച്ചു. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. സോ വാട്ട് ഈസ് ദ ടോട്ടൽ റവന്യൂ? ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. TR ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q. ഫസ്റ്റ് അല്ല, സോറി, സെക്കൻഡ്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. TR ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻറ്റു Q. ഇവിടെ എന്താ ചെയ്തത്? പ്രൈസ് കൂടി, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? TR ഡിക്രീസസ്, ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതാണ് എന്ത് നമ്മുടെ ഇവിടുത്തെ ലോജിക്ക്. ഇഫ് ദ ഡിമാൻഡ് ഫോർ ഗുഡ് ഈസ് ഇലാസ്റ്റിക്, ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ്, ദ ടോട്ടൽ റവന്യൂ വിൽ ഡിക്രീസ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ അനദർ ക്വസ്റ്റ്യൻ. A consumer is willing to pay 50 rupees for a product, but the market price is 30. So what is the consumer surplus? Consumer surplus എന്താണ്? കൺസ്യൂമർ സർപ്ലസ് എത്രയാണ്? പ്രണവ്, ബി ആണോ? സോ ബേസിക്കലി കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് കൺസ്യൂമർ ആർ വില്ലിംഗ് ടു പേ ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി പേയിങ്. എന്താണ് കൺസ്യൂമർ വില്ലിംഗ് ആയിട്ടുള്ളത് ആൻഡ് എന്താണ് ഇദ്ദേഹം പേ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കൺസ്യൂമർ സർപ്ലസ് എത്രയായിരിക്കും? കൺസ്യൂമർ
ബില്ല് ചെയ്യുന്നത് ഇവിടെ എത്രയാണ്? കൺസ്യൂമർ ബിൽ, അതെ ഹർഷ പറഞ്ഞ പോലെ 20 ആണ് ആൻസർ വരിക അല്ലേ? കൺസ്യൂമർ ബില്ല് ചെയ്യുന്നത് എത്രയാണ്? 50 rupees. ഹീസ് റെഡി ടു ഗീവ് 50 rupees. പക്ഷെ അയാൾക്ക് എത്ര രൂപക്ക് അത് കിട്ടിയത്? 30 rupeesന്. സോ ദ കൺസ്യൂമർ സർപ്ലസ് വിൽ ബി 20. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കൺസ്യൂമർ സർപ്ലസിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു willingness to pay or willingness to pay minus price paid. willingness to pay minus price paid. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാ. ഓക്കെ, സോ ഇദ്ദേഹം ബില്ലിംഗ് ആയിട്ടുള്ളത് എത്രയാണ്? 50 ആണ്. ഇദ്ദേഹം കൊടുക്കുന്ന എത്രയാണ്? 30 ആണ്. ഇനി ഞാൻ സിമ്പിൾ ആയിട്ടൊരു കേസും കൂടി നമുക്കൊരു ചെറിയൊരു ഒരു ഗ്രാഫും കൂടി ഞാൻ വരച്ചിടാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചില സമയത്ത് എന്ത് ചെയ്യും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മളൊരു ഡിമാൻഡ് കേർവ് വരക്കുകയാണെങ്കിൽ we have, sorry for my bad handwriting and bad writing skill, okay? We have supply curve and we have demand curve. Okay. ഇതിൽ ഈ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന്, അത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ് ഇവിടെ ഉണ്ടാവുക അല്ലേ? വി ഹാവ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് വി ഹാവ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? നോർമലി കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാം. ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലുള്ളതാണ് എന്ത്? കൺസ്യൂമർ സർപ്ലസ്. സോ ഇക്വിലിബ്രിയം പ്രൈസിന്റെ താഴെയുള്ളത് അപ്പം എന്തായിരിക്കും? ഈ ഏരിയ എന്തായിരിക്കും? എന്തായിരിക്കും? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയൂ. യെസ്, എന്താണ്? പ്രൊഡ്യൂസർ സർപ്ലസ്. ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഇന്ററാക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലുള്ള പ്രൈസ് എന്താണ്? അത് കൺസ്യൂമറുടെ സർപ്ലസ് ആണ്. താഴെയുള്ള പ്രൈസ് എന്താണ്? അത് പ്രൊഡ്യൂസറുടെ സർപ്ലസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം മാക്സിമൈസസ് ദ പ്രോഫിറ്റ് വെൻ TR is maximized ആണോ? പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണോ? MR is equal to MC ആണോ? ഫിക്സഡ് കോസ്റ്റ് ആർ മിനിമൈസ്ഡ് ആണോ? ഏതാണ്? എല്ലാരും ഒന്ന് പറയൂ. ഇനി ആരും ഇല്ലേ? എ ആണോ സി ആണോ? നിഖില എ പറഞ്ഞിട്ടുണ്ട്, നന്ദന ആൻഡ് കൃഷ്ണ സി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ രണ്ട് കണ്ടീഷനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? MC ഈസ് ഈക്വൽ ടു MR. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? MC കട്ട് MR ഫ്രം ബിലോ. ഇങ്ങനെ രണ്ട് കണ്ടീഷനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? ആക്ച്വലി ഓപ്ഷൻ സി എന്നുള്ളതാണ്. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണെന്ത്? നമുക്കൊക്കെ അറിയാം. MC ഈസ് ഈക്വൽ ടു MR ആവുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒപ്റ്റിമൽ ലെവൽ ഓഫ് കോമ്പിനേഷൻ ഉണ്ടാവുക. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് MR ഈസ്, വെയിറ്റ് എ മിനിറ്റ്, ഞാൻ പെണ്ണൊന്ന് മാറ്റട്ടെ കേട്ടോ. What will happen if MR is greater than MC? Again, wait a minute. Two condition. ഒന്ന്,
നമ്മൾ പറഞ്ഞു എം ആർ ഇസ് ഈക്വൽ ടു എം സി ആവുന്നത് പ്രോഫിറ്റ് കണ്ടീഷനാണ്, പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷനാണ്. അഥവാ എം ആർ എം സിയേക്കാൾ കുറവാണ്, അതുപോലെ എം ആർ എം സിയേക്കാൾ കൂടുതലാണ്, ഈ രണ്ട് കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? ഓക്കെ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഈസ് ഓക്കെ. അതർ ദാൻ ഔട്ട്പുട്ടിന്റെ കേസിലൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? എം ആർ എം സിയേക്കാൾ ചെറുതാണെങ്കിൽ ഫേം ഷുഡ് റെഡ്യൂസ് ദ ഔട്ട്പുട്ട്. അഗെയിൻ സൂപ്പർ നോർമൽ കണ്ടീഷൻ ആണ്, അതിന്റെ കൂടെ എന്താണ്? ഫേം ഷുഡ് റെഡ്യൂസ് ദ ഔട്ട്പുട്ട്. ഇഫ് എം ആർ ഈസ് ലെസ് ദാൻ എം സി, വിച്ച് മീൻസ് എം ആർ എം സിയേക്കാൾ ചെറുതാണെങ്കിലോ? സോറി, എനിക്ക് ഒന്ന് മാറിപ്പോയിട്ടോ. എം ആർ എം സിയേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എം ആർ ഇസ് ഈക്വൽ ടു എം സിയേക്കാൾ ചെറുത്. ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ലോസ് ആണുള്ളത് അല്ലേ? ലോസ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഓർ എം ആർ എം സിയേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിലോ നമുക്ക് അവിടെ എന്തുണ്ടാവും? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവാത്തത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്താണ്? അവിടെ എന്തുണ്ട്? ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഉണ്ടാവും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ദാറ്റ് കമ്പനി ഈസ് മേക്കിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുക? പുതിയ ഫേംസ് എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് വരും. പുതിയ ഫേംസ് മാർക്കറ്റിൽ വന്ന് അവരൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യും? അവരെ എല്ലാവരും സെയിം പ്രൊഡക്റ്റ്, ഹോമോജിനിയസ് പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത്. അവരുടെ പ്രോഫിറ്റ് കുറയും. ഇനി അഥവാ ലോസ് ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ലീവ് ദ മാർക്കറ്റ്, കാരണം ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഓക്കെ, സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും മൊണോപ്പൊളിയുടെ മൊണോപ്പൊളിയുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്താണ്? എഗെയിൻ എം ആർ ഇസ് ഈക്വൽ ടു എം സി ആണ്. നോർമലി എല്ലാ മാർക്കറ്റിലെയും പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ എന്താണ്? എം ആർ ഇസ് ഈക്വൽ ടു എം സി ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇന്ന് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്കും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടും കേൾക്കട്ടോ, കാരണം നമ്മുടെ സി യു ഇ ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇഫ് ദ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബിറ്റ്വീൻ ടു ഗുഡ്സ് ആർ പോസിറ്റീവ്, ദെൻ ദ ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്, കോംപ്ലിമെന്റ്, അൺറിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. ഏതാണ്? Cross price elasticity between two goods are positive, then that goods are okay. രണ്ട് ആൻസർ ഇപ്പോൾ ഓൾറെഡി വന്നു. ദെൻ വേറെ ആൻസർ ഉണ്ടോ? ആദ്യം നമ്മൾ ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഓക്കെ, ആൻസർ നേരിട്ട് പറയുകയാണെങ്കിൽ ആൻസർ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. നമുക്ക് ആദ്യം ഇതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതായത് രണ്ട് ഗുഡ് എ ആൻഡ് ഗുഡ് ബി, ഇതില് ഗുഡ് എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ബിയുടെ പ്രൈസും ഗുഡ് ബിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രൈസും ഡിമാൻഡും നമ്മളെ റിലേഷൻഷിപ്പ് ആണ്. അതായത് ഗുഡ് എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ് ബിയുടെ പ്രൈസും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഗുഡ് എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ് ബിയുടെ ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദേ ആർ കോംപ്ലിമെന്റ്സ്. അവരെന്താണ്? ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പോസിറ്റീവ് ആണെങ്കിൽ ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട്, നെഗറ്റീവ് ആണെങ്കിൽ ദേ ആർ കോംപ്ലിമെന്റ്സ്. അതായത് നമുക്കൊരു ഉദാഹരണം പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഒരു ഉദാഹരണം ഒരാൾ പറയൂ.
സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഒരു ഉദാഹരണം. ടീ ആൻഡ് കോഫി. ഓക്കെ, ടീ, കോഫി. ടീയുടെ പ്രൈസ് കൂടി. 10 രൂപ വിലയുള്ള ടീക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് 20 രൂപയാക്കി. ആളുകൾ എന്താ ചെയ്യുക? ടീ വാങ്ങുന്നത് നിർത്തും. ടീ വാങ്ങുന്നത് എന്ത് ചെയ്യും? കുറക്കും. പകരം എന്ത് വാങ്ങും? കോഫി വാങ്ങുന്നത് കൂടും. ഇതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഇനി ഒരു കോംപ്ലിമെന്റ് ഗുഡ്സിന്റെ ഉദാഹരണം പറയൂ. ഒരു എക്സാമ്പിൾ പറയൂ. ഓക്കെ, സെയിം എക്സാമ്പിളിന് എടുക്കാം. ടീ ആൻഡ് ഷുഗർ അല്ലെ, നമ്മൾ ഒരു, അല്ലെങ്കിൽ പെട്രോൾ ആൻഡ് ബൈക്ക്, അല്ലെങ്കിൽ ടീ ആൻഡ് ഷുഗർ, ഓർ ഇങ്ക് ആൻഡ് പെൻ. നമുക്ക് എന്തും എടുക്കല്ലേ, കുറേ കോംപ്ലിമെന്റ് ഗുഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തിന് ബൈക്ക് ആൻഡ് പെട്രോൾ എടുക്കുകയാണ്. സോറി, പെട്രോൾ ആൻഡ് ബൈക്ക് എടുക്കുകയാണ്. പെട്രോളിന്റെ പ്രൈസ് കൂടി. ആളുകൾ എന്താ ചെയ്യുക? ബൈക്ക് ഓടിക്കുന്നത് കുറക്കും, അല്ലെങ്കിൽ കാർ ഓടിക്കുന്നത് കുറക്കും. പകരം അവരെന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പൊ പോപ്പുലർ ആവുന്നത്? ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ പ്രൈസ് അല്ലേ? അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിമാൻഡിനെ അതെന്ത് ചെയ്യുന്നുണ്ട്? കുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 10 MCQs. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്.